ഈ സ്മോക്കിംഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അഡിക്ഷനാണ് ഈ ഗാംബ്ലിംഗ് അഡിക്ഷൻ. എസ്പെഷ്യലി അത് വളരെ ഒരു കമ്പൾസീവായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോൾ, ഈ ഗാംബ്ലിംഗ് കൊണ്ട് അല്ലെങ്കിൽ ചൂതാട്ടം എന്ന് പറയും, ഇതുകൊണ്ട് നമുക്ക് പലപ്പോഴും അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. അപ്പോൾ ഇത് കാരണം അവർക്കുണ്ടായ നഷ്ടങ്ങളും അവർക്കറിയാം, എന്തുമാത്രം നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടെന്ന്. ഫാമിലിയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കിയിട്ടുണ്ടാകും. കാരണം അത്രയും ബാധ്യതകൾ അവർ വരുത്തി വെച്ചിട്ടുണ്ടാവും. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ, അത് ഗേൾഫ്രണ്ടോ വൈഫോ ഒക്കെ ചിലപ്പോൾ അവരിട്ട് പോയിട്ടുണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇനിയൊന്നും വിൽക്കാനില്ല എന്നുള്ളൊരവസ്ഥയിലൊക്കെ ആയിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അവർക്ക് അറിയാമായിരിക്കും ഇതൊക്കെ ശരിയല്ല, എനിക്കിത് നിർത്തണം, ഇത് പറ്റുന്നില്ല എന്നൊക്കെ അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ഒരു ബ്രെയിനിലൊരു തോട്ട് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതായത് അടുത്ത കളി എന്തായാലും എനിക്ക് കിട്ടും, അപ്പോൾ ഇതുവരെയുള്ള നഷ്ടങ്ങളൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാം, അതോടുകൂടി എൻ്റെ സാമ്പത്തികം ഒരുപാട് ഇമ്പ്രൂവ് ആവും, എൻ്റെ ബന്ധങ്ങളൊക്കെ തിരിച്ചു പിടിക്കാം. ഇതെപ്പോഴും അവരുടെ മനസ്സിൽ കാണും. ഇതിൽ ഓഫ്ലൈൻ ഗാംബ്ലിങ്സ് മാത്രമല്ല കേട്ടോ, ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് പരിചിതമായിട്ടുള്ള, ഈവൻ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പോലും വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ഗെയിംസുകളുണ്ട്. കസിനോ, ലോട്ടറീസ്, ബിങ്കോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഗാംബ്ലിങ്ങിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിലെ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അതിങ്ങനെ ഒരു ഡൊപാമിൻ റിലീസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പ്ലഷർ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സ്, അത് കുട്ടികൾക്കാവാം വലിയവർക്കാവാം, അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മെത്തേഡായിട്ടായിരിക്കും പലപ്പോഴും ആളുകൾ അതിനെ കാണാം. പിന്നെ ചില ആളുകൾക്കൊക്കെ ഒരു ഫെമീലിയലായിട്ടോ, അതായത് അവരത് കണ്ട് വളർന്നിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ ആ ഹാബിറ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ നമ്മളുടെ യങ് ജനറേഷൻ, അഡോളസൻസും ടീനേജും ഒക്കെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും രീതിയിൽ അത്തരം ഗെയിംസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബിവെയർ ആവണം. അതിൽ നിന്ന് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ നമ്മളുടെ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനൊക്കെ വളരെ മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് മറ്റ് അഡിക്ഷൻസിനെ പോലെ ഒരു സീരിയസ് അഡിക്ഷനായിട്ട് കണക്കാക്കുക. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുക.